ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നവഗ്രഹത്തിൽ സാഹസികത, യുദ്ധോന്മുഖത, ധൈര്യം, സ്ഥൈര്യം, എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. സേനാനായകനാണ് ചൊവ്വ. മംഗളഹ എന്ന പേര് ചൊവ്വയ്ക്കുണ്ട്. മംഗളം കരോതീതി മംഗള, നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ. ധൈര്യം, സ്ഥൈര്യം, ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ. ഇവിടെ ചൊവ്വ മേടം, വൃശ്ചികം തുടങ്ങിയ 2 രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ്. അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്രാധിപത്യമുണ്ട്, വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു. ചൊവ്വയുടെ ഉച്ചക്ഷേത്രം മകരം രാശിയാകുന്നു. മകരം 27-ന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു. അപ്രകാരം ചൊവ്വയുടെ നീചക്ഷേത്രം കർക്കിടകം രാശിയാകുന്നു. കർക്കടകം 27 ചൊവ്വയുടെ അതിനീചക്ഷേത്രമാണ്. ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത്, സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ ഈ 2 ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ. ഭ്രാത സത്വം ച ഭൗമ ക്ഷിതിരപി, സഹോദരൻ സത്വം, തൻ്റെ സത്വാവസ്ഥ, എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ. സഹോദരൻ അവസ്ഥ, പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം, ചങ്കൂറ്റം, ചോര കണ്ടാൽ വിറക്കാതിരിക്കുക. പിന്നീട് ഭൂമി. ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത്. ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യൻ്റെ ക്ഷേത്രത്തിൽ നിന്നും, ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. എപ്പോഴാണ് പോകുന്നത്? 1200 കർക്കിടക മാസം 12-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 28-ാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു: ബൗദ്ധേ സഹസ്തനേവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശല കൃപണ അഭയ അർത്ഥി. ഗാന്ധർവ യുദ്ധകുശല, സംഗീതത്തിലും യുദ്ധത്തിലും താല്പര്യം കാണിക്കും. അതിനാൽ തൗര്യത്രികം, സംഗീതം, സംഗീതോപകരണങ്ങൾ, നൃത്തം, ഗീതം, ഈ മേഖലകളിലും യുദ്ധത്തിലും, യുദ്ധമെന്നാൽ കളരി, കരാട്ടെ മുതലായ, ബോക്സിംഗ് മുതലായ, റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ, കൗശല്യം കാണിക്കും. ബുധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം. ആ മേഖലയിൽ ഉപദേശിക്കുക, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും. ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം, സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം. അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും. സ്പോർട്സ് ഉപകരണങ്ങൾ, സ്പോർട്സ് മേഖലയിലും വളരെയധികം ശോഭിക്കും. ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ, ദ്വിഗ്രഹയോഗം, അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട്. പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. 42 ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത്. സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ 30 മുതൽ 60 ദിവസം വരെ ഉണ്ടാകാറുണ്ട്. ഇവിടെ 48 ദിനങ്ങളാണ്. 48 ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത്. ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത്. ഓം ഭജത് ഭുവേ നമഃ നാം പലപ്പോഴും ചർച്ച ചെയ്തു. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ്? സ്ത്രീ രാശിയിലാണ്, കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ്. ഇവിടെ ചൊവ്വയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട, ഭദ്രകാളി മുതലായ ദേവതകളെയാണ്. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം, രക്തപുഷ്പാഞ്ജലി വഴിപാട് ചെയ്യാം. ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം. ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ജ കുല ധർമ്മം ജ മാം ജ പാലയ പാലയ. ഇതാണ് ഭദ്രകാളി മന്ത്രം. മൂലമന്ത്രം ഏതാണ്? അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക. 9 അല്ലെങ്കിൽ 18 തവണ കൗണ്ട് ചെയ്യുക. എല്ലാ ശത്രുക്കളും നശിക്കും. അതിന് പുറമെ രക്തപുഷ്പാഞ്ജലി, കടുംപായസം ഞാൻ സൂചിപ്പിച്ചു. അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ്. പുനരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മീനൻ രാശി. ഇവിടെ മീനൻ രാശിക്കാർക്ക് ചാരവശാൽ എവിടെ നിൽക്കുന്നു? ചൊവ്വ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ 7-ാം
ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ ഭാഗ്യാധിപനാണ്. ഭാഗ്യാധിപനായ ഗ്രഹം 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിവാഹങ്ങൾ ഉണ്ടാകാം. ലഗ്നാൽ പുത്ര കളത്രഭേ ശുഭോതി പ്രാപ്തേ അഥവാ ആലോകിതേ. ഭാഗ്യാധിപൻ 7ാം ഭാവത്തിൽ വന്നാൽ ഭാര്യാസുഖം ലഭിക്കും, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. അപ്രകാരം 5ാം ഭാവത്തിൽ വന്നാൽ സന്താനങ്ങൾ ഉണ്ടാകാം. ഇവിടെ ഭാഗ്യാധിപനായ ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. വിവാഹ വിഷയം, അതിൽ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ചൊവ്വയാണ് ഗ്രഹം, അത് മാരകസ്ഥാനാധിപനാണ്, 2ാം ഭാവാധിപനാണ്. അതിനാൽ വിവാഹങ്ങളും തീരുമാനങ്ങളും നടക്കട്ടെ. ദാമ്പത്യത്തിൽ ക്ലേശമില്ലാതെ നോക്കണം. 7ാം ഭാവം ദാമ്പത്യ ഭാവമാകുന്നു. വിവാഹം, മദനാലോക, ഭാര്യാഭർത്തൃ സമാഗമഃ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, അവരുടെ കൂടിച്ചേരൽ, വിദേശയാത്ര, ഇതൊക്കെയാണ് 7ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ പാപഗ്രഹമായ ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പാപേ സപ്തമകെ കളത്രമരണം, ഭാര്യ നശിക്കുക, രോഗ വിയോഗ, ഭാര്യയ്ക്ക് രോഗമുണ്ടാവുക, അകന്നു നിൽക്കുക, ഭർത്തൃവ, സ്ത്രീക്കാണെങ്കിൽ ഭർത്താവ്, ഗമന അന്തരായ, യാത്രയിൽ തടസ്സം വരിക, ഉദയാസ്യുൽ മൂത്രകൃച്ഛാദേഹ, യൂറോളജിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം. തൻ്റെ പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. രഥവൈകൃത്യകരാച്ച സപ്തമേ, പല്ലുകൾക്ക് വികൃതി വരുത്തും 7ലെ പാപഗ്രഹം. അതിനാൽ പല്ല് ശ്രദ്ധിക്കുക. മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ട്, മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ മുതലായ ക്ലേശങ്ങൾ, യൂറോളജിയുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വരും, ശ്രദ്ധിക്കണം. ഇവിടെ 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അനുദ്വാരഭൂതേന പാണിഗ്രഹേണ പ്രയാണേന വാണിജ്യതോ ന നിവൃത്തിഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യാധിപനാണ്, സമ്മതിച്ചു. പക്ഷേ വിവാഹം ഹേതുവായിട്ടും യാത്ര ഹേതുവായിട്ടും ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും. ശത്രുക്കൾ തന്നെ ഉപദ്രവിക്കും. മുഹൂർഭംഗത സ്പർദ്ധിനാം മേദിനീജ, ചൊവ്വ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മുഹൂർഭംഗതാം സ്പർദ്ധികൾ, തൻ്റെ ശത്രുക്കൾ തന്നെ ബുദ്ധിമുട്ടിക്കും. പ്രഹാരാർത്ഥനേഹി സപ്തമേ ദമ്പതിഘ്നഃ, ദമ്പതികൾക്ക് രോഗം വരും, ബുദ്ധിമുട്ടുകൾ, വയ്യായികൾ വരും. ഇവിടെ ഭാര്യ പിരിഞ്ഞു പോകുന്ന സമയമാണ്. അതിനാൽ ഈ 28 ദിവസക്കാലം ചൊവ്വാഴ്ചകളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സുദൃഢതയ്ക്ക് വേണ്ടി ഐക്യമത്യ അർച്ചന ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ. യാത്ര മുഴക്കം വരും. ഭദ്രകാളി ക്ഷേത്രത്തിൽ യാത്രാ മുട്ടി ചെയ്യണം. നാളികേരം കൊണ്ട് ഐക്യമത്യ അർച്ചന ചെയ്യണം. ഇപ്രകാരമൊക്കെ ചെയ്ത് ക്ലേശങ്ങളെ, ദുരിതങ്ങളെ അകറ്റാൻ പരമാവധി ഉത്സാഹിക്കണം മീനൻ രാശിക്കാർ. കാരണം ചൊവ്വ ഭാഗ്യാധിപനാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഈ ചൊവ്വ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചൊവ്വയാണ് ഗ്രഹം. അത് 7ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ മേൽപ്പറഞ്ഞ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് എല്ലാം അനുകൂലമാക്കിയെടുക്കാൻ മീനൻ രാശിക്കാർ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.